നമസ്കാരം. കേരളത്തിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം അതിഥി തൊഴിലാളികളുണ്ടെന്നാണ് കണക്ക്. ഇവരെ എല്ലാം പൊതുവെ നമ്മൾ ബംഗാളികൾ എന്നാണ് വിളിക്കാറുള്ളതെങ്കിൽ ഇതിൽ ഭൂരിപക്ഷം പേരും പശ്ചിമ ബംഗാളിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ വരുന്നവരായിരിക്കാം. നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഭൂരിപക്ഷവും മുസ്ലിങ്ങൾ തന്നെയാണ്. ഒരു പക്ഷേ കേരളത്തിലെ മുസ്ലിങ്ങളെക്കാൾ തീവ്രതയോടുകൂടി വെള്ളിയാഴ്ച പള്ളികളിൽ പോയി നമസ് അല്ലെങ്കിൽ നിസ്കാരം നടത്തുന്നവരുമാണ്, നിഷ്ഠയോടുകൂടി തന്നെ. പക്ഷേ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് തൊഴിൽ അന്വേഷിച്ച് വരില്ല. അതിഥി തൊഴിലാളികൾ നമുക്ക് നഷ്ടമാകുന്നു. നമ്മുടെ ഹോട്ടലുകളിലെ പാത്രം നമ്മൾ തന്നെ കഴുകേണ്ടി വരും. ബസ്സിൽ കണ്ടക്ടർമാരായിട്ട് നമ്മൾ തന്നെ ജോലി ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ വീട് പണി, അതുപോലുള്ള അതിൻ്റെ മൈക്കാട്ട് പണി മുതൽ മേസ്ത്രിപ്പണി വരെ സകലമാനതും നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു സ്ഥിതി വരാൻ പോവുക. അതിൻ്റെ കാരണം എന്താണെന്ന് ബംഗാൾ സ്പെഷ്യലിസ്റ്റായിട്ടുള്ള സുപ്രസിദ്ധ മാധ്യമപ്രവർത്തകൻ അജിത് വെണ്ണിയൂർ നമ്മളോട് പറയും. എന്താണ് ആ സ്ഥിതി വരാൻ? നമ്മളെ കുട്ടിക്കാലത്ത് ഈ ബംഗാളെന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു വലിയ നമുക്ക് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത തരത്തിൽ വളരെ ഉന്നതമായ ഒരു സംസ്ഥാനം, സംസ്കാര സാക്ഷരത, സാഹിത്യം, കലകൾ, ബൗദ്ധികമായ ഉന്നതി ഒക്കെ നമ്മളൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, സുഭാഷ് ചന്ദ്രബോസ്, അരബിന്ദോ, ബങ്കിംചന്ദ്ര ചാറ്റർജി, ഈശ്വർചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയിട്ടുള്ള വലിയ ആളുകളെ കുറിച്ച് നമ്മൾ വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ, സത്യജിത്, ഇതൊക്കെ പഠിച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിജീവികളായിട്ടുള്ള സാംസ്കാരിക കലാരംഗങ്ങളിൽ, സാഹിത്യ രംഗങ്ങളിൽ, നൃത്തരംഗങ്ങളിലൊക്കെ ഏറ്റവും ഒരു വലിയൊരു ഇമേജായിരുന്നു ബംഗാൾ എന്ന് പറയുമ്പോൾ. വലിയ ബഹുമാനത്തോടു കൂടിയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ സമീപകാലത്ത് ബംഗാളി എന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മളന്ന് ബംഗാളി എന്ന് കേട്ടാൽ ഇവരുടെയൊക്കെ പേരുകളാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. ഇപ്പോൾ ബംഗാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലുകളിൽ പൊറോട്ട അടിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ മക്കാട് പണിക്ക് പോകുന്ന ആളുകളെയാണ് ബംഗാളികൾ എന്നിപ്പോൾ നമ്മൾ ആളുകൾ പറയുന്നത്. ഇതൊരു ബംഗാളി പ്രൈഡിനെ ബാധിച്ചൊരു പ്രധാന ഘടകമാണ്. അത് ശരി. ബംഗാളിലിപ്പം മമത, അസ്മിത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ബംഗാളിൻ്റെ ഒരു അഭിമാനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊരു അഭിമാനമായിട്ടല്ല കാണുന്നത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ബംഗാളിൽ നിന്നുള്ള ഈ ജോലിക്കാർ താമസിക്കുന്നുണ്ട്. 25 കൂടുതൽ. 25 എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ്. 25 ലക്ഷം 40 ലക്ഷത്തോളം കേരളത്തിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ തൊഴിലവസരങ്ങൾ കുറഞ്ഞതും വ്യവസായങ്ങൾ കുറഞ്ഞതുമാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിരുന്നത് ഒരു വ്യവസായ തലസ്ഥാനമായിട്ടാണ് ബംഗാളിനെ. തൊഴിൽ തേടി പോയിട്ടുണ്ട് ബംഗാളിനെ. കൽക്കട്ടയിൽ അന്ന് ഞങ്ങളൊക്കെ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ നേരെ ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, ഇതെല്ലാം നേരെ കൽക്കട്ട അല്ലെങ്കിൽ ബോംബെ അല്ലെങ്കിൽ ഡൽഹി. ഫസ്റ്റ് പ്രിഫറൻസ് കൽക്കട്ടയാണ്. കൽക്കരി വിളിച്ച ട്രെയിനിൽ ചെന്നൈയിൽ ചേർന്നു, അവിടെ താമസിച്ചിട്ട് പിന്നീടാണ് കൊറോമാണ്ടൽ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ. അതിന് വീണ്ടും കരി പിടിച്ചിട്ടാണ് കൽക്കട്ടയിലേക്ക് പോകുന്നത്. അതെ, അങ്ങനെയാണ് നമ്മുടെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കൽക്കട്ടയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ. കാരണം അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ ഫാക്ടറികൾ പ്രവർത്തിച്ചിരുന്നത് ഉൽപ്പാദന കേന്ദ്രങ്ങൾ, വിപണന കേന്ദ്രങ്ങളല്ല, അവിടെ ഉൽപ്പാദന കേന്ദ്രമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നമ്മുടെ GDPയുടെ ബഹുഭൂരിഭാഗവും ഏറ്റവും നല്ല പങ്കുണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. പക്ഷെ അത് 1968 തുടങ്ങി 77 ആയപ്പോൾ അത് നാശത്തിൻ്റെ ഏതാണ്ട് വക്കീൽ ആയിക്കഴിഞ്ഞു. ഞാൻ ഏതൊരു മാഗസിൻ, ഒരു ബംഗാളി പ്രസിദ്ധീകരണത്തിൽ തന്നെ, ബംഗാളിൽ നിന്ന് ഇറങ്ങുന്നൊരു പ്രസിദ്ധീകരണത്തിൽ തന്നെ വായിച്ചൊരു കഥയുണ്ട്. ആദിത്യ ബിർള ഒരിക്കൽ അവിടെ വെച്ച് നടു റോഡിൽ വെച്ച് വണ്ടികൾ, ഈ തൊഴിലാളി സമരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പനിയിൽ നടു റോഡിൽ വെച്ച് കാറിൽ നിന്ന് ഇറക്കി പൂർണ്ണ നഗ്നനാക്കി. അവസാനം അദ്ദേഹം വീട്ടിലേക്ക് കാർ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയൊരു കാലഘട്ടം ഉണ്ടായി. തുടങ്ങി അവിടെയാണ്. അതെ. പിറ്റേ ദിവസം അദ്ദേഹം പ്രഖ്യാപിച്ചു എല്ലാ ഫാക്ടറികളും, അദ്ദേഹത്തിൻ്റെ ബംഗാളിലുള്ള എല്ലാ ഫാക്ടറികളും പൂട്ടാനായിട്ട്. ഒരു ദിവസം പോലും, അടുത്ത ദിവസം തുറക്കാനും പോലും ഇരിക്കാതെ അദ്ദേഹം സ്ഥലം വിട്ടു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അത് വന്നിട്ടുള്ളതാണ്. അപ്പം അതിനുശേഷം വൻതോതിൽ അവിടുത്തെ ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ അവകാശ സമരങ്ങൾക്ക് വേണ്ടി നടന്ന പോരാട്ടങ്ങൾ അക്രമാസക്തമാകുകയും ഇതുപോലെ പ്രവർത്തിക്കാൻ, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാകുകയും ചെയ്ത കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഫാക്ടറികൾ ഒന്നൊന്നായിട്ട് അവിടെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടുത്തെ ബംഗാൾ കോട്ടൺ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിരുന്നു. അതുപോലെ ബംഗാളിലെ ജൂട്ട്, അതുപോലെ ബംഗാളിലെ ലെതർ,
പിന്നെ മെഷീനറീസ്, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മെഷീനറീസ്, പിന്നെ വാഹനങ്ങൾ, മഹീന്ദ്ര അടക്കമുള്ള വാഹനങ്ങളുടെ കമ്പനികളുണ്ടായിരുന്നു, പേപ്പർ മാനുഫാക്ചറിങ്, ഓയിൽ മാനുഫാക്ചറിങ്, ഓയിൽ മില്ലുകൾ, ഇങ്ങനെ കണ്ടമാനം സ്ഥാപനങ്ങൾ, ധാരാളം സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വിദേശത്തു നിന്നുള്ള കമ്പനികൾ പോലും അവിടെ വന്ന് ആരംഭിക്കുന്നുണ്ടായിരുന്നു. അതിന് ഒരുപാട് അനുകൂലമായ ഘടകങ്ങളുണ്ടായിരുന്നു. അതിനുള്ള സ്ഥലമുണ്ട്, മറ്റ് സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു ഘട്ടമാണ്. ഏതാണ്ട് 77 മുതലുള്ള 34 വർഷം ലെഫ്റ്റ് ഭരിച്ച കാലത്ത് തന്നെ 85 വൻകിട ഫാക്ടറികൾ അവിടുന്ന് പ്രവർത്തനം നിർത്തി. ഏറ്റവും വലിയ വൻകിട ഫാക്ടറികൾ, അതിനകത്ത് ടാറ്റ ഓയിൽ മില്ല് വരും, കൽക്കട്ട ജൂട്ട് മില്ല്, ഡാൽമിയ ഉണ്ടായിരുന്നു, കേദാർ റബ്ബർ, ഗ്ലാക്സോ കമ്പനികളുടേത്, ചോപ്ര മിൽസ്, അപ്പോളോ സിപ്പർ, പിന്നെ ബംഗാൾ പോട്ടറീസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബംഗാൾ ലാമ്പ്, മഹീന്ദ്ര, മോഹിനി മിൽസ്, അങ്ങനെ തുടങ്ങിയ വലിയ വൻകിട കമ്പനികൾ ഇതെല്ലാം അവിടുന്ന് അടച്ചുപൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. ദുർഗാപൂർ മാത്രം ഇപ്പോഴും ഉണ്ടല്ലേ? ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. ഞാനൊരു സംശയം ചോദിക്കാം, ദാൽമിയെ പറ്റി പറയുമ്പോൾ ഈ ദാൽമിയ ദലൈലാമയുടെ പിൻഗാമിയായിട്ട് ഇന്ത്യയിലേക്ക് ടാറ്റയെ പോലെ തന്നെ, ടാറ്റ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും ഇറാനിൽ നിന്ന് കുടിയേറിയ, ഡാൽമിയയും അതുപോലെ കുടിയേറിയ ഒരാളാണെന്ന് പറയുന്നത്. എന്നാൽ ബംഗാളിൻ്റെ ഭൂപടം തന്നെ മാറ്റിയ ഒരു വ്യക്തിയാണ് ദാൽമിയ. അതെ. അതോടൊപ്പം തന്നെ ഏതാണ്ട് ഇതിൻ്റെ അനുബന്ധമായിട്ട് ഏതാണ്ട് 6000-ഓളം ചെറുകിട കമ്പനികൾ നടത്തിയിരുന്നു. അതായത് ഈ വലിയ കമ്പനികൾക്ക് ചെറിയ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന, നട്ടും ബോൾട്ടൊക്കെ പോലെ ഉണ്ടാക്കുന്ന സപ്ലൈ ചെയ്യുന്ന ഏതാണ്ട് 6000 കമ്പനി ഉണ്ടായിരുന്നു. അതും പൂട്ടി. ഒറ്റയടിക്ക് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തന്നെ 48 ലക്ഷം കുടുംബങ്ങളാണ് അനാഥമായത്. ഈ ഫാക്ടറികൾ പോയതോടുകൂടി ഏതാണ്ട് ഒരു 15-20 കൊല്ലം കൊണ്ട് അത്രയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വന്ന TMCയുടെ കാലഘട്ടത്തിൽ വീണ്ടും ഇതുപോലെ തന്നെ 6688 കമ്പനികൾ, ഇത് ആധികാരികമായ പഠനങ്ങളിൽ ഉള്ളതാണ്, അവിടുത്തെ റിസർച്ച് ഗ്രൂപ്പുകൾ നടത്തിയ പഠനങ്ങളിലാണ്. 6688 കമ്പനികളാണ് പൂട്ടിയത്. അതുപോലെ 11845 ചെറുകിട യൂണിറ്റുകൾ, ഇതുപോലെ ചെറിയ ബിസിനസ് നടത്തുന്ന സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇതെല്ലാം പൂട്ടിപ്പോയി. ഏതാണ്ട് ഒരു 36 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇതുവഴി തൊഴിൽ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇവർ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് ഈ ജോലി നഷ്ടപ്പെട്ട് പോയത്. ഇതാണ് അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ കുടിയേറുന്നതിനുള്ള പ്രധാന കാരണമായി ഉണ്ടായി. നമ്മൾ ഇവിടുന്ന് പോയവരൊക്കെ തന്നെ തിരിച്ചുപോയി, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി, ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു അനുകൂല സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ BJP സർക്കാരിനെതിരെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ നിരന്തരം പാർലമെൻറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJPയും മോദിയൊക്കെ അദാനി അംബാനി കൂട്ടുകാരാണെന്നാണ്. ഇപ്പം ട്രോളായിട്ട് ബംഗാളിലെ സ്ഥിരം മറ്റേ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന അതാണ്. ഇനി ആ കൂട്ടുകെട്ട് ബംഗാളിലേക്ക് വന്നാൽ നമ്മൾ രക്ഷപ്പെടും എന്നാണ്. അപ്പോൾ അദാനിയുടെയും അംബാനിയുടെയും വരവ് മോദിയും അമിത്ഷായും എല്ലാം കൂടി ചേർന്ന് നടത്തുകയാണെങ്കിൽ നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടു എന്ന് പറയുന്ന അതൊരു ട്രോളായിട്ട് വരുന്നതാണ്. പക്ഷേ ടാറ്റ വന്നപ്പോൾ ഞാനൊരു സംശയം ചോദിക്കാം, ടാറ്റ വന്നപ്പോൾ നന്ദിഗ്രാമിലേക്ക് വന്നപ്പോൾ എന്തുകൊണ്ട് പെട്ടെന്ന് CPM-നെതിരായി ബുദ്ധദേവ് ഭട്ടാചാര്യ ഇവിടെ വ്യവസായം വേണം, ഇത് തന്നെയായിരുന്നു ആ വാക്കും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചടി സംഭവിച്ചു എന്നുള്ളത് ഗവേഷണം ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അതിനുവേണ്ടി ഭൂമി ഏറ്റെടുത്ത രീതിയാണ് അവിടെ അവർക്ക് തിരിച്ചടി. കർഷകരുടെ ഭൂമി അവരുടെ സമ്മതമില്ലാതെ, അവരുടെ അറിവില്ലാതെ, അവരറിഞ്ഞിട്ട് പോലുമില്ല, അവർ വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം അവരറിയാതെ, അവരോട് പറയാതെ, അവരുടെ സമ്മതം മേടിക്കാതെ, അവർക്കതിന് വേണ്ട പിന്നെ കോമ്പൻസേഷൻ കൊടുക്കാതെ ഏറ്റെടുത്തതിലുള്ള ആ രീതി, അതിൽ വന്നൊരു വിദ്വേഷം കൊണ്ടാണ് സംഭവിച്ചത്. അത് ഇൻഡസ്ട്രിയലൈസേഷൻ അവിടുത്തെ ആളുകൾ എതിരല്ല. ഇൻഡസ്ട്രിയലൈസേഷൻ അവിടുന്ന് ഇൻഡസ്ട്രീസ് പോയതിൽ ദുഃഖിക്കുന്നവരാണ് അവർ. പക്ഷെ അത് എടുത്ത രീതി, അതിൽ ജനങ്ങൾ അവരുടെ അവകാശങ്ങൾ ഉന്നയിച്ചപ്പോൾ, ആ ഭൂമിയിൽ അവർക്ക് അതിൻ്റെ നഷ്ടപരിഹാരം ചോദിച്ചപ്പോൾ അവരെ ക്രിമിനലുകളെ പോലെ
പിന്നെ കൈകാര്യം ചെയ്ത ആ രീതി കൊണ്ടാണ് അവരുടെ പാർട്ടിക്കാരെ തന്നെ ജനങ്ങൾ സ്വന്തം പാർട്ടിക്കാരെ തന്നെ അങ്ങനെ. ഞാൻ വേറൊരു സംശയം കൂടെ ചോദിച്ചോട്ടെ ക്ഷമിക്കണം അജിത് വണ്ണിയൂർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചന്ദ്രനാഥ് രാത്ത് എന്ന് പറയുന്ന ആളിനെ കൊന്നത് നോർത്ത് 24 പർഗാനാസ് ജില്ലയിൽ വെച്ചിട്ടാണ്. ഈ പർഗാനാസ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഈ 24 പർഗാനാസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് തീരെ അപരിഷ്കൃതമായിട്ടുള്ളൊരു പ്രദേശമാണോ? താങ്കൾ പോയിട്ടുള്ള പ്രദേശം? അത് പ്രദേശമാണ്. അത് അത്ര അപരിഷ്കൃതമല്ല. അവിടെ ഈ കുടിയേറ്റക്കാരുടെ ഒരു ആധിക്യമുള്ള ഒരു പ്രദേശമാണ്. ബംഗ്ലാദേശിൽ കർഷകരുടെ ഉണ്ട്, പിന്നെ കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊരു പിന്നെ സ്ഥിരം അക്രമ സംഭവങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം എന്നൊരു ദുഷ്പേര്. തൊഴിലില്ലാത്തതുകൊണ്ടാണ് ഈ അക്രമങ്ങളിലേക്ക് ആൾക്കാർ കൂടുതലും തിരിയുന്നത്. തൊഴിലുണ്ടെങ്കിൽ അവൻ്റെ തൊഴിൽ നോക്കി അവനും തൊഴിലില്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാവും. ഇപ്പോൾ അതിനൊരു പരിഹാരമാകും എന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷേ കേരളത്തിന് അതൊരു പ്രതീക്ഷയല്ല, കേരളത്തിന് അതൊരു വലിയ പേടി സ്വപ്നവുമായിരിക്കും. കാരണം ഇനി തന്നെ ആ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അല്ല, ഇത് തിരിച്ചറിഞ്ഞിട്ട് ഈ SIR വരുന്നു, അതിൽ കൂടി ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും എന്ന് ഉറപ്പായപ്പോൾ മമത മുന്നോട്ട് വെച്ചൊരാശയമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ബംഗാളികളെ തിരിച്ച് ബംഗാളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വോട്ട് ബാങ്കാക്കി മാറ്റുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ശ്രമശ്രീ എന്ന് പറഞ്ഞൊരു പദ്ധതി തുടങ്ങി. അതിൽ അവർ ഓഫർ ചെയ്തത് 5000 രൂപ അവർക്ക് യാത്രാ ചെലവിനായിട്ട് ഓൺ ടൈം ഗ്രാൻഡായിട്ട് കൊടുക്കും. ഒറ്റ മനുഷ്യൻ പോയില്ല, കൊടുക്കും. 24 ലക്ഷം പേര് രജിസ്റ്റർ ചെയ്തു, പക്ഷെ ആരും പോയിട്ടില്ല. ഒറ്റ മനുഷ്യൻ പോയില്ല. 5000 രൂപ അവർക്ക് ഒറ്റ ഗ്രാൻഡായിട്ട് കൊടുക്കും ഒരു വർഷത്തേക്ക്. അല്ലെങ്കിൽ അടുത്ത അവർക്കൊരു സുസ്ഥിരമായൊരു തൊഴിൽ കിട്ടുന്നത് വരെ 5000 രൂപ വെച്ച് പ്രതിമാസം കൊടുക്കും എന്ന് പറയുന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ അതിൽ ഇവിടുത്തെ ആളുകൾക്ക് വന്നവർക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. മാത്രമല്ല, ഈ 5000 രൂപ അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചുള്ള 5000 രൂപ വലിയ തുകയില്ല. കാരണം ഇവിടെ അവർക്ക് 5 ദിവസം കിട്ടുന്ന കാശാണ്. ഒരു മാസത്തിൽ 5 ദിവസം ജോലി ചെയ്താൽ അവർക്ക് 5000 രൂപ കയ്യിൽ കിട്ടും. വേറെ അധികം ചിലവൊന്നുമില്ല. അവർക്ക് താമസം, ഭക്ഷണമൊക്കെ ഈ കോൺട്രാക്ടർമാരും അവർ കൊടുക്കും. 1000, 1200 രൂപ ഇവിടെ ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേറെ അധിക ചിലവൊന്നുമില്ല. ഈ പൈസ അവർക്ക് ലാഭിക്കാൻ പറ്റുന്നതാണ്. അയച്ചു കൊടുക്കാൻ പറ്റുമോ? 20,000 കൂടുതൽ അവർ റെമിറ്റൻസ് ആയിട്ട് അവിടെ കൊടുക്കുന്നുണ്ടോ? ഒരു മാസം 20,000, 25,000 രൂപ അവർ അയച്ചു കൊടുക്കും. 25,000 രൂപ ഏറ്റവും കുറഞ്ഞത് അവർ ഇവിടുന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അതിലൊരു 15,000 രൂപയെങ്കിലും അവർക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ 5,000 രൂപ എന്ന് പറയുന്നത് ബംഗാളി അവിടുത്തെ ജീവിത നിലവാരം അനുസരിച്ച് വലിയ തുകയാണ്. പക്ഷേ ഇവിടെ അവർ വർക്ക് ചെയ്യുമ്പോൾ അവരിവിടെ നമ്മുടെ ആളുകൾ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നത് പോലെയാണ് അവരിവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്. അവർക്കിതൊരു വലിയ ആശ്വാസമായിരുന്നില്ല. അപ്പോൾ അവിടെ ഇതിനോടൊരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനാണ് ഇപ്പോൾ ഒരു പ്രാധാന്യം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ സർക്കാരിൻ്റെ ഈ മാറ്റത്തോടു കൂടി ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം, ഒരു നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു നയം, ഇതിലാണ് അവർക്കൊരു പ്രതീക്ഷ ഇപ്പോൾ ബാക്കിയുള്ളത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലേ? അപ്പോൾ ഈ കാര്യത്തിൽ ഇതിനകത്തൊരു രസകരമായിട്ടുള്ള കാര്യം, ഇതിനൊക്കെ ഇടയാക്കിയിട്ടുള്ള ഇടതുപക്ഷ ഭരണകാലത്തെയും കോൺഗ്രസ് ഭരണകാലത്തെയും അന്നുണ്ടായിരുന്ന പാർട്ടികളിലെ ഇന്നുള്ള ആളുകൾ ഇതിന് അനുകൂലമാണ്. ഒരു വ്യവസായ സൗഹൃദ, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകണം എന്നുള്ള അഭിപ്രായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസ് പാർട്ടികളും മുന്നോട്ട് വച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു അനുകൂല ഘടകമാണ്. അതിനെ എതിർക്കാൻ തൃണമൂലിന് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് അത് അത്ര വലിയൊരു പ്രശ്നമായി മാറും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് അനുഭവം ഈ തൊഴിലാളി സമരങ്ങളുടെ പേരിൽ നടന്ന അതിക്രമങ്ങൾ, തൊഴിലാളി സമരങ്ങൾ നമ്മൾ ഒരിക്കലും അവരുടെ അവകാശങ്ങൾ ചോദിക്കുന്നത് തെറ്റാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ പേരിൽ അതിക്രമിച്ച് നടത്തുന്ന അക്രമങ്ങളും കയ്യേറ്റങ്ങളും തീർച്ചയായിട്ടും അപലപിക്കപ്പെടണം എന്നുള്ളത് ഇന്ന് അവിടുത്തെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു അക്രമാസക്തമായൊരു സമരം ഇനി അനുവദിക്കില്ല എന്നുള്ള സുവേന്ദുവിൻ്റെ പ്രഖ്യാപനവും അതിനെ ഒരു പുതിയ വ്യവസായ സംസ്കാരത്തിന് അടിവരയിട്ടിട്ടുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും. കാരണം ഇതിപ്പോൾ നമുക്ക് പ്രഖ്യാപനങ്ങൾ നടത്താൻ എളുപ്പമാണ്. പക്ഷേ ഈ സാധാരണ നിലയിൽ പറയാറുണ്ട്, ഒരു ഭരണമാറ്റം
നേടിയെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വോട്ടിങ്ങിൽ കൂടി നേടിക്കഴിഞ്ഞു. പക്ഷേ അത് നിലനിർത്തുക എന്ന് പറയുന്നത്, പ്രയാസം. ആ അന്തരീക്ഷം നിലനിർത്തുക എന്ന് പറയുന്നത്, കാരണം ഇത്രയും കാലത്തെ ഏതാണ്ടൊരു 34 വർഷം LDFും അത് കഴിഞ്ഞ് 15 വർഷം പിന്നെ മമതയുടെയും ഭരണകാലത്തുണ്ടായിട്ടുള്ള തിരിച്ചടികൾ എല്ലാം അതിനെ കവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ, ആ കാലത്തുണ്ടായിട്ടുള്ള നഷ്ടങ്ങളെയും കഷ്ടങ്ങളെയും എല്ലാം നികത്തി വേണം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോകേണ്ടത്. തീർച്ചയായിട്ടും അത് സാധ്യത പ്രായമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഡബിൾ എൻജിൻ ഗവൺമെൻറ്റിൻ്റെ സകല അനുഗ്രഹങ്ങളും ബംഗാളിലുണ്ടാകും. കാരണം ബംഗാൾ കൈവിട്ടു പോയാൽ അത് ദേശസുരക്ഷയ്ക്ക് വിള്ളലുണ്ടാക്കും എന്നുള്ള സുബോധ്യം. ഒരു അനുകൂല ഘടകം കൂടിയുണ്ട്. അവിടെ ഈ ഇന്ത്യ മുന്നണി ശിഥിലമായി കഴിഞ്ഞു. അവിടെ ഇപ്പം അങ്ങനെ ഒരു സംവിധാനമേ നിലവിലില്ല. മുഴുവനായി കഴിഞ്ഞല്ലോ. DMK അത് വിട്ടു കഴിഞ്ഞു. അവിടെ പ്രത്യേകിച്ച് നിലവിലില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിന്നെ മമത ഇപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് നിരന്തരമായിട്ട് പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുമിച്ച് നിൽക്കണം, ഞാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, ഞാനിപ്പോഴും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, BJP എന്ന് പറയുന്ന ഒരു പൊതുശത്രുവിനെതിരെ നമ്മൾ ഒരുമിച്ച് പോരാടണം എന്ന് പറയുന്നത്. അതിനുള്ള കാരണം ഇതാണ്. പക്ഷെ അത് അവിടെ ഇതുവരെ സ്വീകാര്യമായിട്ടില്ല. ഇപ്പോൾ തമിഴ്നാട്ടിലെ പിന്നെ മാറ്റങ്ങൾ, രാഷ്ട്രീയ മാറ്റങ്ങളും മറ്റ് പല സംസ്ഥാനങ്ങളിലും, കേരളം ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ തമ്മിലാണ് ഇവിടെ മത്സരം. CPMും കോൺഗ്രസും CPIയും കോൺഗ്രസും ഒക്കെ തമ്മിൽ അകത്ത് മത്സരം നടക്കുന്നുണ്ട്. ഈ ഒരു വൈരുദ്ധ്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിപക്ഷ മുന്നണി എന്ന് പറയുന്ന ഒരു സങ്കല്പം അത്രത്തോളം ഇന്ന് നിലനിൽക്കുന്നില്ല. അതും അവിടെ ഇങ്ങനൊരു അന്തരീക്ഷ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പം പിന്നെ മമത ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആരും സപ്പോർട്ട് ചെയ്യാൻ, ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്ത രീതിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിലെ വനവാസം അല്ലെങ്കിൽ സന്യാസം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർക്ക് പോകേണ്ടതായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവരൊരു സ്ട്രീറ്റ് ഫൈറ്ററാണ്. സ്ട്രീറ്റ് ഫൈറ്റ് കൊണ്ട് ഇനി കാര്യമില്ല എന്നാണ് വരാൻ പോകുന്നത്. വയലൻസിനൊരു അറുതി വരികയല്ലേ ബംഗാളിൽ. ഇനി അവർക്കൊരു സ്ഥാനമില്ല. ഗുണ്ടകളെല്ലാം തിരിച്ച് ഇനി BJPയിലേക്ക് വരാം. പക്ഷേ അവർ അച്ചടക്കമുള്ള ഗുണ്ടകളായിട്ട് നിർത്താൻ BJP കേന്ദ്ര നേതൃത്വത്തിന് അമിത്ഷായ്ക്ക് കഴിയും. നക്സലൈറ്റുകളെ ഒതുക്കി അമിത്ഷായ്ക്ക് ഇതിന് പാടില്ല. പിന്നെ വാരിക്കോരി ബീഹാറിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇങ്ങോട്ട് കൊടുക്കും. ബംഗാളിനെ അവർ പിന്നെ ഒരു UP പോലെ ആക്കി തീർക്കും. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള 2 സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഗുജറാത്തും UPയുമാണ്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വിദേശത്തുനിന്നും വരും. ബംഗാൾ പഴയ സുവർണ്ണ ബംഗാളായിട്ട് മാറും, സംശയമൊന്നുമില്ല. നക്സലൈറ്റുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ നക്സലൈറ്റുകൾ ഏറ്റവും കൂടുതലുള്ള ആദ്യം ഉണ്ടായത് നക്സൽബാരിയിലാണ്, ബംഗാളിലാണ്. അതെ, ഡാർജിലിംഗ് ഭാഗത്തെ അവിടുത്തെ ആ നക്സൽബാരി നിയോജക മണ്ഡലത്തിൽ, അതുകൂടി ഉൾപ്പെട്ട മണ്ഡലത്തിൽ ഈ കൊല്ലം 1 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലാണ് BJP ജയിച്ചത്. അപ്പോൾ ആ നക്സൽബാരി അവിടുന്ന് പൂർണ്ണമായിട്ടും അവരെ ഉന്മൂലനം ചെയ്തതിന് ഉള്ള ജനങ്ങളുടെ. നക്സൽബാരി ഒരു ജില്ലയാണോ ബംഗാളിൽ? അതാണോ? അല്ല, ഒരു നിയോജക മണ്ഡലമാണ്. ഡാർജിലിംഗിലെ ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ 1 ലക്ഷത്തിലധികം നക്സൽബാരി എന്നൊരു മണ്ഡലം ഉണ്ടോ? നക്സൽബാരി മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു പേരും കൂടെ ഉണ്ട്, നക്സൽബാരി. ആയിക്കോട്ടെ, നക്സൽബാരി ചേർന്ന പേര്. അപ്പോൾ നക്സൽബാരിയിൽ BJP ജയിച്ചു അല്ലേ? BJP കഴിഞ്ഞ 3 ഇലക്ഷനിലായിട്ട് ജയിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം 1 ലക്ഷത്തിലധികം ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു നല്ല ഇൻഫർമേഷനാണ്. എന്തായാലും നമ്മുടെ സമയം പിന്നെ അനുവദിക്കാത്തത് കൊണ്ട് നമ്മളിവിടെ ഉപസംഹരിക്കുകയാണ്. ഇനി ബംഗാളിനെക്കുറിച്ച് ഒരുപാട് സുവിശേഷങ്ങളുണ്ട്. ബംഗാൾ, സുവർണ്ണ ബംഗാളിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കപ്പെടും. തീർച്ചയായിട്ടും ശ്രീ അജിത് വെണ്ണിയൂർ ഇത്രയും പുതിയ കാര്യങ്ങൾ വളരെ ഫ്രഷായിട്ട് ഇവിടെ തിരക്കിനിടയിൽ വന്ന് അവതരിപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഓക്കെ, നമസ്കാരം.